നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം കെ മുരളീധരൻ അദ്ദേഹം പ്രചാരണ പരിപാടിയിൽ സജീവമായി തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല LDFന്റെ VK പ്രശാന്തും അതുപോലെ തന്നെ BJPയുടെ R ശ്രീലേഖയും ഒക്കെ പ്രചാരണ രംഗത്ത് സജീവമാണ്. അപ്പൊ നമ്മളിപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഒരു സ്റ്റാർ മണ്ഡലമാണ്. മത്സരം കടുത്ത പോരാട്ടം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത്. പ്രവചനാതീതമാണ് ഇവിടുത്തെ വിജയം ആർക്കൊപ്പം ആയിരിക്കും എന്നത് പ്രവചനാതീതമാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ വട്ടിയൂർക്കാവിലെ വോട്ടർമാരോട് ചോദിക്കാം, ആർക്കൊപ്പമാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് LDFന് ഒപ്പമാണ്. VK പ്രശാന്ത് ആണ് ഇവിടുത്തെ നിലവിലെ MLA. VK പ്രശാന്തിനൊപ്പം തന്നെ തുടരുമോ, അതോ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റം നേടിയ ഇടമാണ് ഇവിടം. അപ്പോ BJPക്കൊപ്പം പോകുമോ, കോൺഗ്രസിന് വീണ്ടും ഒരു അവസരം നൽകുമോ, നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം. അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പല വാർത്തകളും വരും, അതനുസരിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ BJP നേതാക്കൾ ഈ സാഹചര്യത്തെ മുതലെടുക്കുന്നു എന്നാണോ കരുതുന്നത്? അല്ല, അവര് സ്വാഭാവികമായിട്ടും ഒരു മുതലെടുക്കാൻ നോക്കും, പക്ഷെ അത് ക്ലച്ച് പിടിക്കില്ല കേരളത്തിൽ. പിന്നെന്താ പറയുക? തീർച്ചയായും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. അല്ല, ഞാൻ പറഞ്ഞ വാർത്തകൾക്ക് എന്തിനു അടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഈ കണ്ണൂർ കാര്യത്തിൽ ഇത്ര കടുംപിടുത്തം സുധാകരൻ പാർട്ടിയും ചെയ്യേണ്ടതുണ്ടോ? അല്ല, പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. MP-മാർ മത്സരിക്കണ്ട. കാരണം ഒരു MP മത്സരിച്ച് നിയമസഭാംഗമായാൽ 7 ഇടത്താണ് 7 അസംബ്ലിയിൽ ഇലക്ഷൻ നടത്തേണ്ടി വരും. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. പിന്നെ എക്സംഷൻ കൊടുക്കണമെങ്കിൽ അതും ഹൈക്കമാൻഡിന് കൊടുക്കാം. ഏതായാലും കാത്തിരിക്കുക. ലിസ്റ്റ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ പുറത്തു വരും. ഇത്രയും നിർണായക ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം അങ്ങനെ തള്ളിവിടാൻ പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടേ പാർട്ടിക്ക് എടുക്കാൻ കഴിയും. ഇല്ല, UDFന് പ്രതിസന്ധിയൊന്നുമില്ല. കാരണം ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. LDF മാറിയാൽ ബദൽ UDF മാത്രമേ ഉള്ളൂ. വിസ്മയം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് സുധാകരൻ പോയാൽ അത് വലിയ തിരിച്ചടി ആവില്ലേ? അല്ല, അത് വിസ്മയങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ. വിസ്മയത്തിന് കുറവൊന്നുമില്ല. സുധാകരൻ പോവില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോ എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ? എങ്ങനെയാണ്? നല്ല റെസ്പോൺസാണ്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് ജനം പ്രതികരിക്കുന്നതാണ് വിശ്വാസം. വിജയപ്രതീക്ഷ എത്രത്തോളം? 101% വിജയപ്രതീക്ഷ. ഇപ്പോ എതിർവശത്ത് നിൽക്കുന്ന പോരാളികൾ അവർ എത്രത്തോളം ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് മോശമായിട്ട് അഭിപ്രായം പറയുന്ന ആളല്ല. അതൊക്കെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ജനങ്ങൾ ഉചിതമായി UDFന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് LDFന് അതൊരു തിരിച്ചടിയായിട്ട് തന്നെ അവരുടെ മൊത്തം ഭരണം എതിരായിട്ട് അവർക്ക് തിരിച്ചടിയാവും. ഇപ്പൊ പര്യടനമൊക്കെ ഏതുവരെ? അല്ല, എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ജംഗ്ഷൻ തോറുള്ള ക്യാമ്പയിൻ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഭരണമാറ്റം ഉണ്ടാകും എന്ന് തന്നെ തീർച്ചയായിട്ടും 101% ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ജനം അത് ആഗ്രഹിക്കുന്നു. UDF എത്ര സീറ്റ് നേടും? ഞങ്ങളുടെ 100 ഞങ്ങളുടെ ടാർഗറ്റ്. അത് നേടും. ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടിക എല്ലായിടത്തും ആയിട്ടില്ല. അപ്പൊ അതിൽ 1 മണിക്കൂർ കൊണ്ട് വരും. എത്ര മിനിറ്റ് ഉണ്ട്? പോയിട്ട്
അശ്വിൻ ആ